Hello everyone, welcome back to Mary's Street. എല്ലാവർക്കും പുതിയൊരു വർഷത്തിൻ്റെ എല്ലാവിധ നന്മകളും ആശംസിക്കുകയാണ്. നമുക്കൊരു മധുരം കൊണ്ട് തുടങ്ങാമല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ക്യാരറ്റ് ആൽമണ്ട് ആൻഡ് സേമിയ പായസമാണ്. പറയുമ്പോൾ കുറച്ച് നീട്ടമുണ്ടെന്നുള്ളൂ, പക്ഷേ ടേസ്റ്റ് അടിപൊളിയാണ്. അധികം പരിപാടികളൊന്നുമില്ല. നമ്മുടെ നോർമൽ സേമിയ പായസത്തിൽ നിന്നും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പായസമാണിത്. ക്യാരറ്റും അതുപോലെ ബദാമൊക്കെ ചേർത്തിട്ട് നല്ല ടേസ്റ്റിയും അതുപോലെ ഹെൽത്തിയുമായിട്ടുള്ള പായസമാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അല്ലേ, ഈ ടേസ്റ്റി പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് ഈ ക്യാരറ്റും ആൽമണ്ടും ഒക്കെ വെച്ചിട്ടുള്ളൊരു സ്പെഷ്യൽ പായസം ഉണ്ടാക്കാൻ തുടങ്ങാം അല്ലേ. അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് വലിയ സൈസിലുള്ള ക്യാരറ്റാണ് കേട്ടോ. പിന്നെ അതുപോലെ ഒരു അരക്കപ്പ് ആൽമണ്ട് അല്ലെങ്കിൽ ബദാം, അതുപോലെ ഒരു 10 ഏലക്കായ, ഇത് മൂന്നും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം കുക്കറിൽ ഒരു 2 വിസിൽ, നന്നായിട്ട് ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിലും അതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒരു വിസിലും കൂടെ അടിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ആൽമണ്ടിൻ്റെ തൊലി ഇങ്ങനെ ഉരിഞ്ഞെടുക്കണം നമുക്ക്. കണ്ടില്ലേ, ഇതുപോലെ പെട്ടെന്ന് പോരും. അതൊന്ന് കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ പോരും. ഇനി ഇത് മൂന്നും കൂടെ ഒന്ന് നമുക്ക് അരച്ചെടുക്കണം കേട്ടോ, ആ വെള്ളത്തോടു കൂടെ. കണ്ടില്ലേ, ആ വെള്ളവും വേവിച്ച വെള്ളമാണിത്. അതും അതുപോലെ ആ ആൽമണ്ടും എല്ലാം കൂടെ അരച്ച് വയ്ക്കാം. കുറച്ച് വെള്ളം ചേർത്തിട്ട് അരയ്ക്കാം കേട്ടോ വേണമെങ്കിൽ. അപ്പോൾ അത് അരച്ച് വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഒരു 3 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ ഇതിലേക്ക്. നെയ്യൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ആദ്യം തന്നെ നമ്മുടെ കശുവണ്ടിയും മുന്തിരിയൊക്കെ ഒന്ന് വറുത്ത് കോരി വയ്ക്കാം. അപ്പോൾ ആദ്യം നമ്മൾ കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കുക. അതൊന്ന് ചെറുതായി വഴറ്റി ഒരു ചെറിയൊരു ലൈറ്റ് ബ്രൗൺ ഒന്ന് നന്നായി ചൂടായി കഴിയുമ്പോൾ തന്നെ നമ്മൾ അതിലേക്ക് മുന്തിരി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ രണ്ടും നല്ല കറക്റ്റ് മുരിവായിട്ട് വന്നോളും. പിന്നെ തീ ഒരു മീഡിയം ഫ്ലെയിമിലിടുക. ഒരുപാട് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഞാനൊരു പിടിയോളം മുന്തിരി എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട്, ഉണക്കമുന്തിരി അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കോരിയെടുക്കാം. നല്ല പായസത്തിൻ്റെ ഒരു പ്രൊസീജിയറാണല്ലേ ഈ നെയ്യിലുള്ള ഈ കശുവണ്ടിയും മുന്തിരിയും വഴറ്റൽ. അപ്പോൾ അത് നമുക്ക് ആദ്യം തന്നെ ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി അതൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. ഈ സെയിം നെയ്യിലേക്കാണ് ഇനി നമ്മൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഇതാ ഇപ്പം അതെല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. ഇനി അതവിടെ കിടന്നു കഴിഞ്ഞാൽ കരിഞ്ഞു പോകും, അതുകൊണ്ടാണ് കേട്ടോ. ഇതാ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ നെയ്യിലേക്ക് ഞാൻ 1 കപ്പാണ് ചേർത്തിട്ടുള്ളത്. സേമിയ, വറുക്കാത്ത സേമിയാണ് കേട്ടോ ഇത്. കുറച്ചൊരു അധികം വലിപ്പം ഇല്ലാത്തതാണ്. ഇതുപോലെ ഇങ്ങനെ മുറിച്ചിട്ട് വന്നതാണ് കേട്ടോ. ഇനി നീളത്തിലുള്ളതാണെങ്കിൽ ചെറുതായി ഒടിച്ചെടുക്കുക. അതിനുശേഷം ഈ നെയ്യിലേക്ക് ചേർത്തിട്ട് തീരെ കുറച്ച് വെച്ചതിന് ശേഷം കണ്ടില്ലേ, ഈ ഒരു പരുവാകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്നത് വരെ വറുത്തെടുക്കണം. അതിനുശേഷം അതും ഒന്ന് കോരി മാറ്റി വയ്ക്കാം. ഇനി ആ പാത്രത്തിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റും ബദാമും ഏലക്കായും മൂന്നും കൂടെ ചേർത്തിട്ടുള്ളത് ചേർക്കുകയാണ്. മിക്സിയിൽ നിന്നൊന്ന് പോരാൻ വേണ്ടി ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാൻ അളവ് കൃത്യമായിട്ട് പറയുന്നില്ല, നമുക്കറിയാമല്ലോ. മിക്സി ഒന്ന് ജാറൊന്ന് കഴുകി ഒഴിക്കുക. പിന്നെ അതൊന്ന് നന്നായിട്ട് ഭയങ്കര തിക്കാണെങ്കിൽ അതൊന്ന് അരിച്ച് കിട്ടണമെങ്കിൽ കുറച്ച് വെള്ളം വേണമല്ലോ. അപ്പോൾ ഏകദേശം 1 കപ്പോളം വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും കേട്ടോ മൊത്തത്തിൽ. അപ്പോൾ അതൊന്ന് അരിച്ചെടുക്കണം, കാരണം ഏലക്കയുടെ തരി ഉണ്ടാവുമല്ലോ അതിനകത്ത്. അപ്പോൾ അത് അതിന് ഇല്ലാതിരിക്കാനായിട്ട് നമുക്ക് അരിച്ചെടുക്കുന്നതാണ് നല്ലത് കേട്ടോ. നല്ലൊരു ടേസ്റ്റുള്ള പായസമാണ് ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു പ്രത്യേക ടേസ്റ്റാണ്. സാധാരണ ഒരു സേമിയ പായസം കുടിക്കുന്നത് പോലെ അല്ല. കണ്ടില്ലേ, ഏലക്കയ്ക്ക് ഒരുപാട് നാരുണ്ട്. അപ്പോൾ അതൊന്ന് നമ്മൾ അരിച്ച് മാറ്റിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് തരി വായിൽ പോവാനൊന്നുമില്ല. നല്ല ക്ലിയർ ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു പേസ്റ്റായി മാറിയിട്ടുണ്ട് അത്. അതൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് തിളപ്പിച്ച് ഇളക്കി കൊടുക്കുക. ആൽമണ്ടൊക്കെ ഉള്ളതുകൊണ്ട് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് നോക്കുക. ഇനി നമ്മളൊരു 1 കപ്പ് പാല് ചേർത്തിട്ടുണ്ട് ആദ്യം. ഇനി അതൊന്ന് നന്നായി മിക്സ് ചെയ്യുക. 1 കപ്പ് പാല് നമ്മൾ ആദ്യം ചേർത്തിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള പാല് ചേർക്കുന്നത്. ഒരു 1.25 2 ലിറ്ററിനടുത്ത് പാലാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ ആദ്യം 1 കപ്പ്, അതായത് 250 ml പാല് ചേർത്തു. പിന്നെ ഈ സമയത്ത് ഒരു 1.5 ലിറ്റർ പാലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ഈ ഒരു അളവിലെടുത്താലാണ് നമുക്ക് കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിൽ പായസം കിട്ടുക. അല്ലെങ്കിൽ മിക്കവാറും പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ സേമിയ പായസമാണ് പ്രത്യേകിച്ചും ഉണ്ടാക്കി വെച്ചാൽ നമ്മൾ കഴിക്കാൻ നേരമാകുമ്പോൾ കട്ടയായിട്ടിരിക്കും. പിന്നെ പാലൊഴിക്കാനും അതിനും ഇതിനൊക്കെ പോകണം നമ്മൾ. അപ്പോൾ ഇങ്ങനെ ഒരു പരുവത്തിലാക്കി എടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. കണ്ടോ, ഇപ്പോൾ അത് ഇളക്കിയിട്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ കണ്ടില്ലേ, എടുത്തതിനേക്കാളും ഒരു ഇച്ചിരി കളറും കൂടെ മാറിയിരിക്കും അത്. അപ്പോൾ ഒന്നൊരു ഷെയ്ഡ് കുറച്ച് വറുത്ത് കോരാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അത് വേവിച്ചെടുക്കണം നമുക്ക്. മൂടി വെക്കേണ്ട, അപ്പോൾ ചിലപ്പോൾ പൊങ്ങി പോകാൻ ചാൻസ് ഉണ്ട്, തിളച്ച് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി അങ്ങനെ ആക്കി കൊടുക്കുന്നതാണ്, വേവിച്ചെടുക്കുന്നതാണ് നല്ലത്. പിന്നെ ഒരുപാട് വെന്ത് ഇങ്ങനെ വീർത്ത് വരുന്നത് വരെ വേവിക്കരുത്. ഒരു ജസ്റ്റ് നമ്മൾ കൈ കൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ വെന്തിരിക്കണം, അത്രയും മതി. ഈ സമയത്ത് ഒരു ഇച്ചിരി ഉപ്പ് ചേർക്കുകയാണ് കേട്ടോ. എൻ്റെ കയ്യിൽ കല്ലുപ്പാണ് ഇരിക്കുന്നത്, അതുകൊണ്ടാണ് ഈ സമയത്ത് ചേർക്കുന്നത്. നിങ്ങൾ പൊടിയുപ്പാണെങ്കിൽ അവസാനം ചേർത്താലും മതി കേട്ടോ. ഇതൊന്ന് അലിഞ്ഞോട്ടെ എന്ന് കരുതിയിട്ടാണ്. നോക്കിയപ്പോൾ ഒരു 5-8 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പോഴേക്കും തന്നെ നമ്മുടെ ഇത് ഒന്ന് വെന്തിട്ടുണ്ട്. അത്രയും വെന്താൽ മതി. ഒരുപാട് അലിഞ്ഞു പോകണ്ട. കാരണം അതൊന്ന് തണുത്ത് വരുമ്പോഴേക്കും ഒന്നും കൂടെ വേഗം ഇതിരുന്നിട്ട്. അപ്പോൾ ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. കാരണം ക്യാരറ്റിൻ്റെ മധുരം ഉണ്ടാവും, ബദാമിൻ്റെ അല്ലെങ്കിൽ ആൽമണ്ടിൻ്റെ മധുരം ഉണ്ടാവും. അപ്പോൾ ഒരുപാട് പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു 1/2 കപ്പ് തന്നെ ധാരാളമായിരിക്കും ഇതിലേക്ക്. എന്നിട്ട് പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, എൻ്റെ മോന് പണ്ട് കൊടുത്തിരുന്ന ഒരു കുറുക്കാണ് കേട്ടോ. നമ്മൾ ഈ വെജിറ്റബിൾസൊക്കെ വേവിച്ച് കൊടുക്കുമല്ലോ. അപ്പോൾ മൂത്ത ആൾക്ക് 2 വയസ്സ് 1 വയസ്സ് 1.5 വയസ്സൊക്കെ ആയ സമയത്ത് കൊടുത്തിരുന്നതാണ് ഈ ക്യാരറ്റും ആൽമണ്ടും ഏലക്കയും കൂടെ കുക്കറിൽ വേവിച്ചിട്ട് അരച്ചിതുപോലെ അരിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ പായസം ആദ്യം ട്രൈ ചെയ്യുന്നത് കേട്ടോ. മോൻ്റെ തന്നെ 2nd ബർത്ത്ഡേക്കാണ് ഞാൻ ഈ പായസം ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്, കാരണം നല്ലൊരു ഫ്ലേവറാണ്. ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവറാണ്, ഒരു രസ്മലായി അങ്ങനത്തെയൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പം നമ്മൾ ആ വറുത്ത് വെച്ചിരുന്ന കശുവണ്ടി മുന്തിരി ഒരു പകുതി ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓഫ് ചെയ്യാൻ പോവുകയാണ്, പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഒരു ഫിനിഷിങ് ടച്ചായിട്ട് ഒരു 1/2 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്തിട്ട് ഓഫ് ചെയ്ത് മൂടി വയ്ക്കാം. നമുക്ക് എടുക്കാനാവുമ്പോൾ നല്ല കറക്റ്റായിട്ടുള്ള പരുവത്തിലായിക്കോളൂ കേട്ടോ. അത് ഇപ്പോൾ നെയ്യ് ചേർക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ, എന്നാലും ഒരു പ്രത്യേക ടേസ്റ്റാണ് ചേർത്താൽ. ഇപ്പം നമ്മൾ എന്ത് വെള്ളമായിട്ട് മൂടി വെച്ചതാണ് ആ പായസം, കണ്ടില്ലേ. ഏകദേശം ഒരുപാട് ചൂടാറിയിട്ടില്ല. ആ സമയത്ത് നമ്മുടെ പായസം നോക്കൂ, നല്ല തിക്ക് കറക്റ്റ് പരുവത്തിനായി വന്നിട്ടുണ്ട്. കുടിക്കാനുള്ള ചൂടാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ ഈ പായസത്തിന്. ആ സമയത്ത് അത് നല്ല കറക്റ്റ് തിക്നെസ്സിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ തണുത്താലും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാലും ഇതേ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും ഉണ്ടാവുക കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചിട്ടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഓൾറെഡി സേമിയ പായസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ ഇങ്ങനെയും കൂടെ ഈ ക്യാരറ്റിൻ്റെയും ആൽമണ്ടിൻ്റെയും ഒക്കെ ഫ്ലേവർ വരുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.